ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കുന്ന രീതിയാണ്. കൊഞ്ച് റോസ്റ്റ് പല രീതിയിലും തയ്യാറാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടാറ് ടേസ്റ്റ് ആണ് കേട്ടോ. കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കൊഞ്ചാണ്. അതിന്റെ തോടൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ല മുളക് പൊടിയാണ്, അത്യാവശ്യം കുറച്ച് എരിവൊക്കെയുള്ള മുളക് പൊടിയാണ്. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത കൊഞ്ച് അരമണിക്കൂർ അങ്ങ് മാറ്റി വെക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച കൊഞ്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ കൊഞ്ചായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ടൊന്നും വേവിച്ച് കളയരുത്. ഒരുപാട് നേരം എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് റബ്ബറിന്റെ പരുവത്തിലാവും. അതുകൊണ്ട് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കുക്കാവുന്ന വരെ മറിച്ചിട്ട് കൊടുക്കാം. പകുതി വേവാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ബാക്കി നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വെന്ത് കിട്ടിക്കോളും. ചെമ്മീനിനെ തന്നെയാണ് കൊഞ്ചെന്ന് പറയുന്നത്. തിരുവനന്തപുരം ഭാഗത്തൊക്കെ കൊഞ്ചെന്നാണ് അറിയപ്പെടുന്നത് ചെമ്മീൻ. മീൻ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി മറ്റൊരു സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കൊഞ്ച് ഫ്രൈ ചെയ്തെടുത്ത ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് റോസ്റ്റിന്റെ മസാല തയ്യാറാക്കിയെടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 15 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി വാടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക്കിന്റെ പച്ച കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോൺ വെജ് എന്ത് തയ്യാറാക്കിയാലും അതിൽ കുറച്ച് എരിവുണ്ടെങ്കിലേ കഴിക്കാനായിട്ട് കൊള്ളാവൂ. അതിൻ്റെ കൂടെ പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം.
പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മസാല നല്ല ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴേക്കും തക്കാളി നല്ല ജ്യൂസി ആയിട്ട് നല്ല പേസ്റ്റ് പോലെ വെന്ത് കിട്ടും. തക്കാളി പകുതി വേവാകുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോഴേക്കും നല്ല പേസ്റ്റ് പരുവത്തിലായി കിട്ടും. തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഇട്ട് വഴറ്റുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. മസാല ഇപ്പം നല്ല തിക്കായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മസാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ മസാലകളൊക്കെ കൊഞ്ചിൽ പിടിക്കാൻ പാകത്തിന് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് മാറും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇത് എടുക്കുന്നത്. അല്പം ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാറോട് കൂടി തന്നെ എടുക്കാവുന്നതാണ്. കൊഞ്ച് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും രസത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.